2 ലക്ഷം വോട്ടർമാരാണ് ചേലക്കരയിൽ ആകെ അന്നുണ്ടായിരുന്നത് 2021 ഇപ്രാവശ്യം 10,000 വോട്ടർമാരെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2,10,000 പേര്. കഴിഞ്ഞ തവണ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ചേലക്കര. 77% അവിടെ. അതെ, അപ്പൊ അത്രയും വലിയ ഒരു വോട്ടർ ടേൺ ഔട്ട് അവിടെ ഉണ്ടായി. ഏതാണ്ട് 1,53,000 ആളുകളാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 83,000 വോട്ട് പിടിച്ചുകൊണ്ടാണ് രാധാകൃഷ്ണൻ അവിടെ തന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത്. രാധാകൃഷ്ണൻ 1996 മത്സരിച്ചു തുടങ്ങുന്നതിൽ മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിനകത്ത് 28 വർഷത്തിനകത്ത് ഏറ്റവും വലിയ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം വന്നത് 39,000 പല വോട്ടിന്റെ ഭൂരിപക്ഷം വന്നത് ഈ പറയുന്ന 2021 83,000 വോട്ടിന്റെ ഒരു പ്രസക്തി എന്താണെന്നറിയോ സുജയ? അതിന്റെ നേർ പകുതിയാണ് എതിർ സ്ഥാനാർത്ഥിയായ CC ശ്രീകുമാർ പിടിച്ചത്. 54% വോട്ട് നേടിയാണ് ചേലക്കരയിൽ ചെങ്കൊടി പാറിച്ചത് രാധാകൃഷ്ണൻ. അതുകൊണ്ട് 77% കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് എത്തിയിരുന്നു. ഇപ്രാവശ്യം തീപാറുന്ന മത്സരമാണ് നടന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് എങ്കിൽ 2,10,000 എന്ന് പറയുന്നത് ഒരു 77 നിന്ന് 80% യഥാർത്ഥത്തിൽ എത്തേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 5 മണി വരെ ആകുമ്പോൾ നമുക്ക് ലഭ്യമായ വിവരം 70% പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം വേണമെങ്കിൽ അടുത്തൊരു 1 മണിക്കൂറിനകത്ത് ഈ പറയുന്ന തിരക്കാണ് എങ്കിൽ ഒരു 10% ഒക്കെ വരും. എല്ലാ ബൂത്തുകളിലും ഈ തിരക്കുകളില്ല. കളിയിലാണ് നമ്മൾ കാണുന്നത്. ചില ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടർ ടേൺ ഔട്ട് എനിക്ക് തോന്നുന്നു 75%, 76% എന്ന നിലയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ചുരുങ്ങിയത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത അപ്പോഴും കുറവാണ്. 77% പോകണം. 7% ഇനിയും ഉണ്ടാവണം. 1 മണിക്കൂറിൽ 7% വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാവണം. ചേലക്കര മണ്ഡലത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പോളിംഗ് രാവിലെ വളരെ ശക്തമായിരുന്നു. കാരണം അവിടെ ഈ ആളുകൾ സ്വകാര്യ മേഖലകളിൽ പോകും. പക്ഷെ അവർക്ക് പലർക്കും അവധിയൊന്നുമില്ല. അവര് അല്ലാതെ പണിയെടുക്കുന്നവരാണ്, കൃഷിപ്പണി ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ബൂത്തുകളിലും ചേലക്കരയിൽ വലിയ ക്യൂ കാണാത്തത്. എന്നാൽ തളിയിൽ മാത്രമാണ്. അവിടെ 1,500-ലധികം വോട്ടർമാർ ഒരു ബൂത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടും ചെറിയ മുറി ആയതുകൊണ്ടും അവിടെ താരതമ്യേന വേഗം കുറഞ്ഞാണ് പോളിംഗ് രേഖപ്പെടുത്തുന്നത്. വരവൂർ പഞ്ചായത്താണ്. അപ്പോൾ ബാക്കിയുള്ള ബൂത്തുകളിലെല്ലാം എനിക്ക് തോന്നുന്നു ശരാശരി 75-77 ഇടയ്ക്ക് പോളിംഗ് പെർസെന്റേജ് നിൽക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് 2021 തുടർച്ചയാവും ആണ്. അതായത് 2021 77.4%. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യവും ആവർത്തിക്കെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടേ അവിടെ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ 1.5 ലക്ഷം വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ പിടിച്ച 83,000 വോട്ടിലേക്ക് UR പ്രദീപ് എത്തുമോ? അതോ രാധാകൃഷ്ണൻ മാത്രം സാധ്യമായ ഒരു ടാർഗറ്റ് ആണോ അത്? കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിന്നെ ഷൈജു വെട്ടിക്കാട് അല്ലേ, അദ്ദേഹം ഷാജു വെട്ടിക്കാട് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 24,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആ 24,000 വോട്ട് എന്ന് പറയുന്നത് ഒരു വളർച്ച തന്നെയാണ് കാണിച്ചിട്ടുള്ള BJP ആ മണ്ഡലത്തിൽ. അപ്പം BJPയുടെ 24, 83 രാധാകൃഷ്ണൻ. വളരെ കേവലമായിട്ടുള്ള ബാക്കി എത്ര വോട്ടാണ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്? പിന്നെ ശ്രീകുമാറിന് കിട്ടിയിട്ടുള്ളത് 44,000 വോട്ടാണ് അല്ലെ. 44,000 വോട്ടാണ് ശ്രീകുമാറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, 1 സൈഡഡ് ബാറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നടന്നത്. ഭൂരിപക്ഷവും UDF കിട്ടിയ വോട്ട് തമ്മിൽ 5,000 വോട്ടിന് വ്യത്യാസം. അതാണ്. അപ്പൊ ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അത്രയും ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്രാവശ്യം കടുത്ത പോരാട്ടം നടന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നു. രമ്യ ഹരിദാസ് ഒരു വലിയ കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുള്ളത് 2016 നമ്മൾ വോട്ടർ ടേൺ ഔട്ട് നോക്കൂ. 2016 വോട്ടർ ടേൺ ഔട്ട് 79%. എന്താണ് 79% വോട്ടർ ടേൺ ഔട്ട് വരാനുള്ള കാരണം? ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാർ LDF-ലേക്ക് ഭരണം കൈമാറാൻ പോകുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായും ഇടത് വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് വരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച രീതിയിൽ ഒരു വലിയ മാൻഡേറ്റ് പിണറായി സർക്കാരിന് കൊടുക്കുന്നു. മാത്രമല്ല പക്ഷേ 1200 ഉള്ളൂ. പക്ഷെ നോക്കൂ, കോൺഗ്രസിന്റെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി ചേലക്കരയിൽ മത്സരിക്കാൻ തുളസി എത്തുമ്പോൾ, മറ്റ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തുളസി എത്തുമ്പോൾ മത്സരം കടുക്കുന്നു. അവിടെ അരുൺ, അവിടെ കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് KA തുളസിയെ പോലെ അതിശക്തിയായ ഒരു നേതാവ് അവിടെ മത്സരിച്ചപ്പോൾ നല്ല കോൺടെസ്റ്റ് ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല 2016. പക്ഷേ ആ സമയത്താണ് BJP അതിന്റെ ഏറ്റവും വലിയ വോട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതായത് 2011 കേവലം 7,000 വോട്ട് മാത്രമുണ്ടായിരുന്ന BJP 3 ഈ 3 കഴിഞ്ഞു അല്ലെ. 24 അങ്ങനെ ആ വോട്ട് 23,845 വർദ്ധിച്ചു. അപ്പൊ 23,845 വോട്ട് 2011 നിന്ന് 2016 എത്തുമ്പോൾ കേവലം 5 വർഷത്തിനിടയിൽ ഉണ്ടാക്കുന്നു. പക്ഷേ അതിനുശേഷം 2021 വളർച്ച കാണിക്കാത്ത പാർട്ടി കൂടിയാണ് BJP. 23,845 നിന്ന് 24,000 ശേഷം ചെറിയ ഒരു 500 കാണിച്ചു. ലോക്സഭയിൽ TN സരസ്വ മത്സരിക്കുന്ന സമയത്ത് വീണ്ടും 4,000 വോട്ട് കൂടി കൂട്ടുന്നു. അവിടെ 8,000-ലധികം. അതാണ് BJPയുടെ സ്ട്രോങ് കാൻഡിഡേറ്റ്
ആയിട്ട് സരസു വന്നപ്പോൾ സരസു അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ബാലകൃഷ്ണൻ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അന്ന് BJP-യിലേക്ക് പോയ വോട്ടെന്ന് പറയുന്ന ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൽ നിന്നുള്ള വോട്ടാകട്ടോ. 2016 നമ്മൾ കണ്ടത് പ്രദീപും പിന്നെ തുളസിയും തമ്മിലുള്ള വ്യത്യാസം കേവലം 10,200 വോട്ടിന്റെയാണ്. അന്നാണ് 23,000 വോട്ടിലേക്ക് BJP വലിപ്പം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് BJP-ക്ക് എവിടെ നിന്നാണ് വോട്ട് പോയത്? CPM-ൽ നിന്ന് വോട്ട് പോയില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നുള്ള വോട്ടാണ് അന്ന് വലിയ തോതിൽ BJP-യിലേക്ക് പോയത് 2016. അത് മോദി ഭരണത്തിന്റെ തുടർച്ചയിലാണ് കേട്ടോ. 2014 പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു മോദി പിന്നെ എന്താ പറയാ, ഒരു മോദി ഇഫക്റ്റ് ഉണ്ട്. ആ അർത്ഥത്തിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിൽ 77-79% പോളിംഗ് പെർസെന്റേജ് എത്തിയില്ലെങ്കിൽ തുളസി കൊടുത്തതുപോലെ ഒരു കണ്ടസ്റ്റ് ഇത്തവണ രമ്യ ഹരിദാസ് കൊടുത്തോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാവും. അത് വരും. 77 മുകളിൽ പോയില്ലെങ്കിൽ 77. കാരണം പരമ്പരാഗതമായി അവിടെയുള്ള വോട്ടർമാർ, ഇടതുപക്ഷ വോട്ടർമാർ കൃത്യമായും വോട്ട് ചെയ്യിപ്പിക്കാൻ അവിടുത്തെ സംവിധാനം ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ അങ്ങനെയാണല്ലോ പറയാനുള്ളത്. ഏറ്റവും കുറഞ്ഞ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇടതു വോട്ടുകൾ പെട്ടിയിൽ വീണു എന്നാണ്. സംവിധാനം ഒരുക്കും. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് തുളസിക്കൊപ്പമുള്ള ഒരു ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രചരണത്തിൽ അത് കണ്ടു. പക്ഷേ വോട്ടർ ടേൺ ഔട്ട് അവിടെയാണ് സുധീർ വോട്ട് ചോർത്തുന്നോ എന്ന ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. ചേലക്കരയിൽ സുധീർ എത്ര വോട്ട് പിടിക്കും? ആ സുധീർ ഉണ്ടാക്കുന്ന സുധീർ യഥാർത്ഥത്തിൽ ഒരു സ്പോയിലർ ആയിരിക്കും. ആരെ യുഡിഎഫിനാണ്. അൻവർ ഇപ്പോൾ ഇന്ന് അവകാശപ്പെടുന്നത് 20,000 ആണ്. 10,000 ആണെങ്കിൽ പോലും അതൊരു സ്പോയിലർ എഫക്ട് ഉണ്ട്. മാത്രമല്ല അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് PV അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയോട് ജയിക്കുന്നതാണ്. അല്ല, നമ്മളവിടെ ജയിച്ച സമയത്ത് സുധീർ നേരിട്ട് എന്നോട് പറഞ്ഞതും നമ്മളവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 10-25 ലോറിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വോട്ടർമാരോട് ചോദിക്കുമ്പോൾ ഒന്ന് പല വോട്ടർമാർക്കും ഈ സുധീറിന്റെ പേരറിയുന്നില്ല എന്നുള്ളതില്ല. രണ്ടാമത്തെ പ്രശ്നം, സുധീറിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം അവിടെ ഇല്ല എന്നുള്ളത്. 3 PV അൻവറിനെ പോലെ ഉയർത്തിവിട്ട രാഷ്ട്രീയ വിവാദമൊന്നും സാധാരണക്കാരെ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ചേലക്കര മണ്ഡലത്തിൽ. അതുകൊണ്ടാണ് ചേലക്കര മണ്ഡലത്തിൽ ഒരു 5,000-നും 6,000 ചേലക്കരയിൽ ഇപ്പോൾ വരുന്നു 71.65. അനൗദ്യോഗികമാണ് 71.6. അങ്ങനെയാണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമ്പോൾ അനൗദ്യോഗിക കണക്ക് പ്രകാരം 71%. അഥവാ 72% എത്തിയാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ വേറെ പ്രശ്നം. നമ്മൾ PV അൻവറിന്റെ വിഷയത്തിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. അപ്പം സുജയ സൂചിപ്പിച്ച പോലെ ഈ സുധീറിന്റെ പ്രശ്നം അവിടെ ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെയാണത്? PV അൻവർ ആണ് അവിടുത്തെ ഫാക്ടർ, നോട്ട് സുധീർ. അല്ലെ, PV അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു സേ വരണമെങ്കിൽ ഈ ചേലക്കരയിൽ ഒരു പെർഫോമൻസ് സുധീർ പിന്നെ അൻവർ കാഴ്ചവെച്ചേ പറ്റൂ. അതും LDF-ൽ നിന്ന്. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് അനുസരിച്ച് 2,13,103 വോട്ടുകളിൽ 1,52,690 ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫൈനൽ ക്യൂവിൽ നിൽക്കുന്നത് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 1,000 or 2,000 അത്രയും വ്യത്യാസം. കഴിഞ്ഞ തവണ 1,53,315 വോട്ടുകളാണ് 2021 പോൾ ചെയ്തത്. അല്ല, അപ്പൊ അത്രയും അതിന്റെ കൂടെ അത്രയൊക്കെ വരാൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 38,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ അവിടെ ഒരു പ്രശ്നമുള്ളത്. ഇപ്പൊ ഈ സുജയ പറഞ്ഞ കണക്കനുസരിച്ചാണ് 2,13,000 വോട്ടേഴ്സ് ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 1,98,000 ഉള്ളൂ. അപ്പൊ 2,13,000 പറയുമ്പോഴത്തേക്ക് അതിന്റെ പെർസെന്റേജ് ഈ പറയുന്ന ഡിക്ലൈൻ ചെയ്തു. ഏകദേശം 15,000 വോട്ടിന്റെ വർധന വന്നിട്ടുണ്ട്. പക്ഷേ ആ 15,000 വോട്ടിലെ വർധനവ് വോട്ടർ ടേൺ ഔട്ടിൽ കാണാൻ വരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2,13,103 വോട്ടർമാരാണ് ചേലക്കരയിലുള്ളത്. അവിടെ ഇപ്പോൾ 1,53,000 അടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? 1,52,690 ലാസ്റ്റ് നിൽക്കുന്നത്. വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2021 പോൾ ചെയ്യപ്പെട്ട വോട്ട് പോൾ ചെയ്യപ്പെടും. ആ പോൾ ചെയ്യപ്പെട്ട വോട്ട് അങ്ങനെയാണ് പോൾ ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ പറയുന്ന 39,400 എന്ന് പറയുന്ന ആ വലിയ ഭൂരിപക്ഷമുണ്ടല്ലോ, ആ ഭൂരിപക്ഷം ഒരു പ്രശ്നമാണ്. അത് വലിയ സൂചനയും